100 ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യ ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? ആൻസർ ആദിഭാഷയാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. നിജാനന്ദ വിലാസം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം, പ്രാചീന മലയാളം, ഇതൊക്കെ. ദേവദശകം, ശിവശതകം, ദർശനമാല, ഇതെല്ലാം ഗുരുദേവന്റെ പുസ്തകങ്ങളാണ്. കേരളത്തിന്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? മലബാറിലെ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നത് നേതൃത്വം നൽകിയത് ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM. റാണി ഗൗരി പാർവതി സൗജന്യം നിർബന്ധമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിന്റെ കാലം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1818 സ്ഥാപിച്ചു എന്ന് പറഞ്ഞതാണ് തെറ്റായിട്ടുള്ളത്. ഇനി അടുത്തത് ഇതിനകത്ത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ചോദ്യം, സ്പാനിഷ് മിഷണറി ആയിരുന്ന ടിങ്കിൾ ടാബ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ പറഞ്ഞതും ശരിയാണ്. ഇതിനകത്ത് ഓപ്ഷൻ വരുന്ന C ആണ് തെറ്റായിട്ടുള്ളത്. ക്ലിയർ ആണ്. 1818 ഗൗരി പാർവതി ഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ രാജാവായി വരുന്നത്. 1818 സ്വാതി തിരുനാളിന്റെ ഒരു റീജന്റായിട്ടാണ് പാർവതി ഭായി ഭരണം നടത്തിയത്. 1813 നമ്മുടെ സ്വാതി തിരുനാൾ ജനിച്ചത്. അദ്ദേഹം പിന്നീട് അധികാരത്തിലെത്തുന്നുണ്ട്. അടുത്തതായിട്ട്, ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയത് പോർച്ചുഗലാണ്. പോർച്ചുഗൽ. അപ്പോൾ ഈ ഒരു നമ്മുടെ സമുദ്രത്തിന്റെ ആധിപത്യം അവരുടെ കയ്യിലാകുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കപ്പൽ ഇങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ ഇവരുടെ അനുമതി വേണം, ഇവർക്ക് നികുതി കൊടുക്കണം. പിന്നെ ഈ വരുന്ന കപ്പലിൽ ആരൊക്കെയുണ്ട്, എത്ര ഉദ്യോഗസ്ഥരുണ്ട്, എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്, എൻ്റർ ലിസ്റ്റ് ഇവർക്ക് കൊടുക്കണം. അപ്പോൾ ഇവർക്ക് താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫുൾ അധികാരം അവർ പിടിച്ചെടുത്തു. താഴെ കൊടുത്തിരിക്കുന്ന ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ്? 1900, 1901 ബോക്സർ കലാപം ചൈനയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട കലാപം. തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ്? അത് ഇൻകാ സംസ്കാരമാണ്. തെക്കേ അമേരിക്ക, ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരമാണ് ഇൻകാ സംസ്കാരം. കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? MGS നാരായണനാണ്. കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് MGS നാരായണൻ. ഗാന്ധിസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതൊക്കെ? ആർഗണും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പൊ അന്തരീക്ഷത്തിൽ വാതകങ്ങളുണ്ട്. അപ്പൊ അന്തരീക്ഷത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു വാതകമാണ് ഓക്സിജൻ. അപ്പൊ 3ാം സ്ഥാനവും 4ാം സ്ഥാനവുമാണ് ചോദിച്ചത്. പ്രപഞ്ചത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് ഹീലിയമാണ്. ഇനി അന്തരീക്ഷം വരുന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നൈട്രജനും, 2ാം സ്ഥാനം ഓക്സിജനുമാണ്. 3ാം സ്ഥാനം ആർഗണം, 4 കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ 1ാം സ്ഥാനം ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത് ഓക്സിജൻ. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമാണ് ഗ്രാൻഡ് ബാങ്ക്സ്. കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ B ആണ്. ഗൾഫ് സ്ട്രീം ഉണ്ട്, ലാബ്രഡോർ പ്രവാഹം. ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏതാണ്? ആൻസർ ഹിമപ്പുലി. ഹെമിസ് ദേശീയോദ്യാനം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവിയാണ് ഹിമപ്പുലി. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ നഗരം കൊച്ചിയിലാണ്. ആൻസർ കൊച്ചി. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം കൊച്ചിയാണ്. മെട്രോ കൊൽക്കത്തയാണ്. ആദ്യ മെട്രോ കൊൽക്കത്ത. കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം എന്ന സ്ഥലത്താണ് കൂടി ഓർക്കുക. അടുത്തത്, താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദനവക്രത്തിന്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത. ആൻസർ 1.
ഇലാസ്തികത 1. ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ ആകൃതി. ഉൽപാദന സാധ്യത കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസിന്റെ ആകൃതി ഇതുപോലെയാണ്. കോൺവെക്സ് ആണെങ്കിൽ ഇങ്ങനെയാണ് ആകൃതി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. RBI ആണ് ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില മെക്കാനിസം. ആൻസർ വില മെക്കാനിസം. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? ഒരു വ്യക്തി ഉപഭോഗം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഒരേ ഒരു വാങ്ങൽകാരൻ മാത്രമുള്ള കമ്പോളം ഏതാണ്? ഒരേ ഒരു വാങ്ങൽകാരൻ മാത്രമുള്ള കമ്പോളമാണ് മോണോപ്സോണി. ആൻസർ എന്താണ്? മോണോപ്സോണിയ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി. ആൻസർ 42 ആണ്. 42 ആണ്. ക്ലിയർ അല്ലേ? ആൻസർ 42 ആണ്. മൗലിക കടമകൾ നിലവിൽ വന്നപ്പോൾ 10 എണ്ണം ഉണ്ടായിരുന്നു. 1976 42 ഭേദഗതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. 1978 മൊറാർജി ദേശായിയാണ് മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശത്തെ നീക്കം ചെയ്തത്. നിലവിൽ മൗലിക അവകാശങ്ങൾ 6. മൗലിക കടമകൾ കടമെടുത്തത് USSRൽ നിന്നാണ്. ഇനി മൗലിക കടമകൾ നിലവിൽ 11 എണ്ണമുണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതി അധ്യക്ഷൻ. നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനെ ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എന്നാൽ ഭരണഘടനയുടെ ശില്പി ആധുനിക മനു എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. ഡിസംബർ 9 താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. സ്ഥിര അധ്യക്ഷൻ ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. 1978 44 ഭേദഗതി മൊറാർജി ദേശായി ഗവൺമെന്റിന്റെ സമയം. നിലവിൽ സ്വത്തവകാശം ഒരു നിയമാവകാശം മാത്രമാണ്. 300A ഒക്കെ കൂട്ടിച്ചേർത്തു. 31Aയും Bയും Cയും ഒക്കെ ഇല്ലാതായി. അതിന്റെ കൂടെ നമ്മൾ ഓർക്കേണ്ടത് 44 ഭേദഗതി എന്നുള്ളതാണ്. ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ ആരാണ്? ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ. ആൻസർ ലോക്സഭാ പ്രഥമ സ്പീക്കർ GB മാവ്ലിങ്കർ. GB മാവ്ലിങ്കർ. പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത്. പൗരത്വ ഭേദഗതി നിയമം എന്ന് പാസാക്കി? 2019 ഡിസംബർ 11 പൗരത്വ ഭേദഗതി നിയമം പാസ്സായത്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് വരുമാന നികുതി. ആൻസർ വരുമാന നികുതി. ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക. നീതി ആയോഗാണ് ഭരണഘടനാ ഇതര സ്ഥാപനം. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 74. അപ്പോൾ ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അറ്റോർണി ജനറൽ, ദേശീയ പട്ടികവർഗം, പട്ടികജാതി, PSC, ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ്. ഇതെല്ലാം എന്താണ്? ഭരണഘടനാ ആർട്ടിക്കിൾ ഉള്ളതാണ്. എന്നാൽ നീതി ആയോഗ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റിലാണ് നമ്മുടെ സെൻസസ് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ലോട്ടറി ഉൾപ്പെടുന്നു. പിന്നെയോ ബാങ്ക്, ഇൻഷുറൻസ്, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റാണ്. അളവ് തൂക്കമൊക്കെ ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ കൺകറന്റ് ലിസ്റ്റിലാണ് എന്ത് വരുന്നത്? വൈദ്യുതി. പിന്നെന്ത് വരുന്നുണ്ട്? നമ്മുടെ വന്യജീവി സംരക്ഷണം, ജനകീയാസൂത്രണം, സാമ്പത്തികാസൂത്രണം ഒക്കെ വരുന്നു. വിവാഹമോചനം ഒക്കെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നു. ഇനി നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പോലീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ചൂതുകളി, ജയില്, ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് എന്ന് ഓർക്കുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? പ്രഥമ അധ്യക്ഷൻ ആര്? MM പരീത് പിള്ളയാണ്. നിലവിൽ അധ്യക്ഷനോ അലക്സാണ്ടർ തോമസ് ആണ്. അപ്പോൾ നമ്മുടെ ദേശീയതലത്തിൽ നിലവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? നിലവിൽ ദേശീയ തലത്തിൽ വി രാമസുബ്രഹ്മണ്യമാണ്. വി രാമസുബ്രഹ്മണ്യം. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയത് 1969. 1969. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ. എത്ര തൊഴിൽ ഉറപ്പ് നൽകുന്നു? 100 തൊഴിലാണ് ഉറപ്പ് നൽകുന്നത്. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം
സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയത് 2008 തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 സംസ്ഥാനത്ത് തണ്ണീർത്തട നിയമം പാസാക്കിയത് 2008. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം KAS ആണ് ആരംഭിക്കുന്നത് 2018. 2018. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചു എവിടെ നിന്നാണ്? ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നാണ് കോവിഡ് വകഭേദമായിട്ടുള്ള ഒമിക്രോൺ വൈറസിന് ഈ പേര് ലഭിച്ചത്. ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ ഇതാണ്, ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, എന്താണ് ഡോപ്സൺ യൂണിറ്റ്? ഡോപ്സൺ യൂണിറ്റ് എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നതാണ്. കനം അളക്കുകയാണ്. 2021 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയമാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ ആണ്. മണ്ണ് ദിനം എന്ന് പറയുമ്പോൾ ഡിസംബർ 5. ഡിസംബർ 5 മണ്ണ് ദിനം. അപ്പോ ഈ സോയിൽ ഡേയുമായി ബന്ധപ്പെട്ട് 2025 തീം നമുക്ക് നോക്കാം. ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് ആണ്. ഹെൽത്തി ആരോഗ്യമുള്ള സോയിൽ, ആരോഗ്യമുള്ള മണ്ണ് ആർക്ക് വേണ്ടിയിട്ടാണ്? ആരോഗ്യമുള്ള നഗരങ്ങൾക്ക്. ഹെൽത്തി സിറ്റീസ് എന്നാണ്. ആരോഗ്യമുള്ള സോയിൽ, ആരോഗ്യമുള്ള മണ്ണ്, ആരോഗ്യമുള്ള നഗരത്തിന് എന്നുള്ളതാണ് 2025 തീം. ഓക്കെയാണ്. 2026 മിക്കവാറും സോയിൽസ് വെയർ ഫുഡ് ബിഗിൻസ് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അത് തീരുമാനിക്കുന്നതേ ഉള്ളൂ. ഡിസംബർ 5 ഇതുവരെയും എന്തായിട്ടില്ല, ഒരു ഡിക്ലെയർഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് പറയുന്നില്ല. അന്തരീക്ഷത്തിൽ ഓസോണിന്റെ കനം അളക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ 21 ഞാൻ വായിക്കുന്നില്ല, കാര്യം 25 ആയിരിക്കും നമുക്ക് പ്രാധാന്യമുള്ളത്. ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? വൈറ്റമിൻ ഇ ആണ് സ്റ്റെറിലിറ്റി ഫാക്ടർ. ഇനി വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഹൃദയ സംരക്ഷകൻ, ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. മലേറിയയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താണ്? എയും ബിയും ശരിയാണ്. മലേറിയ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവി. കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ് വലുത്. സെറിബ്രം ഐച്ഛിക പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നുണ്ട്. സെറിബ്രത്തിലാണ് ബുദ്ധി, യുക്തി, ഓർമ്മ, ചിന്ത ഇതെല്ലാം വരുന്നത്. അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർക്കിമിഡീസ് തത്വം. അന്തർവാഹിനി നിർമ്മാണം ആർക്കിമിഡീസ് തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. UV തരംഗം ഒരു ലോഹപ്രതലത്തിൽ നിന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല. എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക? ആൻസർ എക്സ് തരംഗമാണ്. ആൻസർ എക്സ് തരംഗം ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക. നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് എന്ത്? നീളം ഏറ്റവും വലിയ യൂണിറ്റ് പാർസെക് ആണ്. അടുത്തത് മോട്ടറിന്റെ പവർ ആണ് ചോദ്യം. ഇവിടെ G തന്നിട്ടുണ്ട്, 10 മീറ്റർ/സെക്കൻഡ് ആണ്. 120 മീറ്റർ ആഴമുള്ളതാണ്. 5 മിനിറ്റ് ടൈം ഉണ്ട്. 400 കിലോഗ്രാം ജലമാണ്. 1600 വാട്ട് എന്ന് കിട്ടും. അപ്പൊ ഫിസിക്സിലൊക്കെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കുക? ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ തന്നെ ഫിസിക്സിൽ പ്രതീക്ഷിക്കുക. ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഉപ്പുവെള്ളമാണ്. ഒരു വാതകത്തെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. വാതകം ദ്രാവകമാകണം, തിരിച്ചു വരികയാണ്. അപ്പൊ മർദ്ദം കൂട്ടണം, ഊഷ്മാവ് കുറയ്ക്കണം. സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ പെടുത്താം? സ്വർണം എന്ന് പറയുമ്പോൾ ചെമ്പും സ്വർണവും ഒക്കെ മിക്സഡ് ആണ്, മിശ്രിതം. പഞ്ചസാര ഒരു സംയുക്തമാണ്. ഉപ്പുവെള്ളം വീണ്ടും ഒരു മിശ്രിതമാണ്, വെള്ളം, ഉപ്പ്. നിത്യം ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM എന്താണ്? 70% 2ാം ഗ്രേഡ് സോപ്പ് വരുന്നത്. ഉപലേന്ദു ചാറ്റർജി എന്ന കഥാപാത്രം TD രാമകൃഷ്ണന്റെ ഏത് നോവലിലാണ് വരുന്നത്? ഉപലേന്ദു ചാറ്റർജി എന്ന കഥാപാത്രം ആൽഫയിലാണ് വരുന്നത്. TD രാമകൃഷ്ണൻ. ആരാണ്? TD രാമകൃഷ്ണൻ. ഹായ് ജാസ്, ക്ലിയർ അല്ലേ? സ്പീഡ് കൂടുതലല്ലല്ലോ അല്ലേ? ഓക്കെ ആണ്. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
ഇനി ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ കൊടുത്തിരിക്കുന്ന ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ റെസ്ലിംഗുമായി ബന്ധപ്പെട്ടതാണ്. പണ്ഡിതൻ, തെയ്യം കലാകാരൻ, രാമൻ മണക്കാട് ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ? ചിറക്കൽ തമ്പുരാൻ. ആൻസർ ചിറക്കൽ തമ്പുരാൻ. ആൻസർ കിട്ടിയില്ലേ? ചിറക്കൽ തമ്പുരാനാണ്. സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നു. നെയ്മീൻ എന്നോർക്കാം, കടലോര പ്രദേശമാണ്. ഗീതാഞ്ജലി സ്ത്രീയാണ്. 2022 ബുക്കർ സമ്മാനം ലഭിച്ചു. ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിന്റെ പരിഭാഷ? രേത് സമാധി എന്ന നോവലിന്റെ പരിഭാഷയാണ് ബുക്കർ സമ്മാനം ലഭിച്ച കൃതി. അപ്പോൾ ബുക്കർ പ്രൈസിനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. 2025 ബുക്കർ പ്രൈസ് ലഭിച്ചത് ഹംഗേറിയൻ ബ്രിട്ടീഷ് ഓഥറാണ് ഡേവിഡ് സലെയാണ്. ഡേവിഡ് സലെ. അദ്ദേഹത്തിന്റെ നോവലിന്റെ പേര് ഫ്ലെഷ് എന്നാണ്. നോവലിന്റെ പേര് ഫ്ലെഷ്. ഹംഗേറിയൻ നോവലാണ്. ക്ലിയർ ആണ്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? അപ്പൊ നമ്മൾ ബുക്കർ പ്രൈസ് ആണ് ഇവിടെ കണ്ടത്. ഈ ബുക്കർ പ്രൈസ് പറയുമ്പോൾ മറ്റൊരു കാര്യം ഓർക്കണം. 2023 പോൾ ലിഞ്ചിന് പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്ക് എന്ത് ലഭിച്ചു? ബുക്കർ സമ്മാനം ലഭിച്ചു. പ്രൊഫറ്റ്. അപ്പോ ഏത് സമ്മാനമാണ് ലഭിച്ചത്? ബുക്കർ സമ്മാനം പ്രൊഫറ്റ് സോങ് എന്ന പോൾ ലിഞ്ചിന്റെ കൃതിക്ക് ലഭിച്ചു എന്ന് ഓർക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ബുക്കർ സമ്മാനവുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ പോയിന്റ്സ്. ക്ലിയർ അല്ലേ? 2025 ഡേവിഡ് സലെയാണ്. ഫ്ലെഷ് എന്ന നോവലാണ്. 2024 വിന്നറായിട്ടുള്ളത് സാമന്ത ഹാർവെയാണ്. ഓർബിറ്റൽ എന്ന കൃതിയാണ്. 2023 പ്രൊഫറ്റ് സോങ് പോൾ ലിഞ്ച് ആണ്. 2022 ഷെഹനാണ്. 7 മൂൺസ് ഓഫ് മാലേ അൽമേദ എന്ന കൃതിയാണ്. ഡാവിൻ ഗൽഗട്ടാണ് പ്രോമിസ് എന്ന കൃതിക്ക് 2021 ലഭിച്ചു. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ബുക്ക് സമ്മാനവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. ഇനി ഇവിടെ മാത്സ് ക്വസ്റ്റ്യൻസ് വരികയാണ്. നമുക്ക് മറ്റൊരു സെക്ഷനിലേക്ക് പോകണം. ജസ്റ്റ് ഒന്ന് ആൻസർ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക്, അടുത്ത ഇംഗ്ലീഷ്, മലയാളം ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. ഇക്വാളിറ്റി 0 അല്ലെ? അക്ഷരങ്ങളെ ക്രമത്തിൽ ക്രമീകരിച്ചാൽ സ്ഥാനമാറ്റം സംഭവിക്കാത്ത സ്വരാക്ഷരങ്ങളുടെ എണ്ണം. അപ്പോൾ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇത് ക്രമത്തിൽ ക്രമീകരിക്കുക. ആദ്യം വരുന്നു, പിന്നെ അങ്ങനെ സ്വരാക്ഷരങ്ങളുടെ എണ്ണമാണ് ചോദിച്ചത്. അക്കങ്ങൾ ആവർത്തിക്കാതെ എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര മൂന്നക്ക സംഖ്യകൾ ഫാക്ടോറിയൽ ഇട്ട് ചെയ്യണം? 60. ഇത് സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട് 1 ശരി 2 തെറ്റ്. സഹോദര ഭാര്യയാണ് ഉത്തരം. 2 ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളു. മാത്സ് ഇവിടെ തീരുകയാണ്. 58 ഓപ്ഷൻ ബിയും 59 ഓപ്ഷൻ ഡിയുമാണ്. 60 1 2 തെറ്റാണ്. ഇനി നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. വിച്ച് ഓഫ് ദ ഫോളോവിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽഡ്? ഹിലാരിയസ് ആണ് റോങ്ലി സ്പെൽഡ്. ശരിയായിട്ടുള്ള ഹിലാരിയസ് ഇവിടെ ഉണ്ട്. ഈച്ച് വൺ ഓഫ് യു. ഈച്ചിന് ശേഷം നമുക്ക് സിംഗുലർ വേണം. ഈ സ്പെഷ്യൽ. ചൂസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഓപ്ഷൻ. എ ഡ്രീമി സ്റ്റേറ്റ്. ഡ്രീമി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഡെലീരിയസ് ആണ്. ആൻസർ ഡെലീരിയസ്. ഷി കാണ്ട് ഡാഷ് ഹർ ഹസ്ബൻഡ് എനി ലോങ്ങർ. ഇനി സഹിക്കാൻ പറ്റില്ല. ടോളറേറ്റ് ചെയ്യുക. പുട്ട് അപ്പ് വിത്ത്. ഷി കുഡിൻറ്റ് ഡാഷ് ടു ദ ന്യൂ സർക്കംസ്റ്റൻസസ്. ഇനി അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ന്യൂ സർക്കംസ്റ്റൻസസ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അഡോപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ദത്തെടുക്കുകയാണ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? കഷ്ടപ്പാടാണ്. എ ഡിഫിക്കൾട്ട് പ്രോബ്ലം ആണ്. റീമ റിപ്ലൈഡ് ദാറ്റ് ഷീ വുഡ് കംപ്ലീറ്റഡ് ദ വർക്ക്. വിച്ച് ഈസ് ദ ഇൻകറക്റ്റ് വേർഡ് ഇൻ ദ സെന്റൻസ്? Rima replied that she would completed. Completed ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. വില്ല് വുഡിന് ശേഷം V1 ഫോം മതി. I would have bought a gift. ഇഫ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇഫ്. വുഡ് ഹാവ് കണ്ടാൽ ഇഫിന് ശേഷം എന്ത് വരണം? ഹാവ് ഹാഡ് പ്ലസ് V3 വരണം. ഹാഡ് പ്ലസ് V3. അപ്പൊ യു ഹാഡ് കോൾഡ് മീ ഓൺ യുവർ ബർത്ത്ഡേ. ഐ ഓഫൺ കം ഹോം ലേറ്റ്. പതിവായി ചെയ്യുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ ഡോണ്ടൈ, ഡോണ്ടൈ. അടുത്തത്, which of the following options are most similar in meaning to the word pensively? Pensively meaning speculative, ruminative, thoughtful. ഇതെല്ലാം ശരിയാണ്. അടുത്തത് ഇത് മോസ്റ്റ് സിമിലർ ആയിട്ടുള്ള മീനിങ് ആണ് നമ്മളിവിടെ പെൻസീവ്ലി കണ്ടത്. ഇനി നമുക്ക് മലയാളമാണ്. ക്രമം അനുസരിച്ച് എന്ന് പറയുമ്പോൾ അനുക്രമം എന്നുള്ളതാണ് ശരി. ഓപ്ഷൻ 3. താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ വാക്യം കണ്ടെത്തുക. സ്കൂളിൽ മരിച്ച മാനേജരെ, അങ്ങനെയാണോ? സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. അത് ശരിയാ. അധ്യാപകൻ പഠിക്കാത്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. അപ്പോൾ നമ്മൾ അധ്യാപകൻ പഠിക്കാത്തതിനാണോ വിദ്യാർത്ഥിയെ ശിക്ഷിച്ചത്? അധ്യാപകൻ വിദ്യാർത്ഥിയെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു എന്നാണ് വേണ്ടത് അല്ലേ? അപ്പൊ 2 മാത്രമാണ് ഇവിടെ ശരി. സ്കൂളിൽ മരിച്ച മാനേജരെയാണോ? അപ്പോ അനുശോചിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ച് പ്രമേയം പാസാക്കി. അടുത്തത്, ഇതെല്ലാം ഓർഡർ തെറ്റിച്ചതാണ്. മരിച്ച മാനേജരെ സ്കൂളിൽ അനുശോചിച്ചു എന്ന് പറയാം. കൈയക്ഷരം പിരിച്ചെഴുതുകാൽ എന്ത് വരും? കൈ അധികം അക്ഷരം എന്ന് വരും. ഓപ്ഷൻ 4 മാത്രം ശരി. നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്താനാണ്. നിഘണ്ടുവിലെ പോലെ വേണം എന്ന് പറഞ്ഞാൽ 2 മാത്രം ശരി. ചക്രവാകം, ചക്രവാദം, ചക്രവാളം, ചക്രശ്വാസം, ഇതാണ് നിഘണ്ടു. അക്രമം പോലെ വരണം. ശരിയായ പദങ്ങളാണ്. അസ്തമയമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ അസ്തമയം, അതായത് ബി മാത്രം ശരി. ഇനി യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് ചോദ്യം. ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വെണ്ണം. ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വെണ്ണം. ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതം. സദൃശമാണ് ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതം. സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത്. ആൻസർ സുധാംശു ആണ് അല്ലാത്തത്. അർക്കൻ, ആദിത്യൻ, മിഹിരൻ. അപ്പോ ഇതെല്ലാം എന്താണ്? നമ്മുടെ സൂര്യന്റെ പര്യായങ്ങളാണ്. ആദിത്യൻ, അർക്കൻ, മിഹിരൻ. അടയുടെ ഉള്ളിൽ ഒരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് തേനീച്ചക്കൂടിനെയാണ്. അപ്പൊ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. തെറ്റായ തർജ്ജമ നോക്കുക. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്ന് വെച്ചാൽ കരിങ്കാലി, കൂട്ടത്തിൽ ഒറ്റപ്പെടുത്തുന്നവനാണ്. കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ ഇവിടെ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 11th hour 11 മണി. റെഡ് ടേപ്പ് ചുവപ്പ് നാട. തെറ്റായ തർജ്ജമയാണ് ചോദിച്ചത്. അപ്പോൾ ബ്ലാക്ക് ഷീപ്പ് കരിങ്കാലി, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്നൊക്കെ അർത്ഥം. 1 മാത്രം ശരി. തെറ്റായ തർജ്ജമയാണ് ചോദിച്ചത്. 1 മാത്രമാണ് തെറ്റായ തർജ്ജമ. കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂർ സെൻട്രൽ ജയിലാണ്. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ ജേക്കബ്. ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നതിന് ഏത് പ്രായപരിധിയിലുള്ള തടവുകാർ? 18 to 21. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. 1, 2, 4. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെ? 2, 3 ഏറ്റവും പഴയ ജയില് കോഴിക്കോടാണ്. ഇത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. 3 തുറന്ന ജയിലുകളാണ് നമ്മുടെ കേരളത്തിനുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയ. പങ്കാളികൾ. പ്രധാനമന്ത്രിയാണ് ചെയർമാൻ. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. കേന്ദ്ര നിയമമന്ത്രിയല്ല, ആഭ്യന്തരമന്ത്രിയാണുള്ളത്. അപ്പോൾ ഇവിടെ 1, 2, 4 ശരിയാണ്. 3 എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ രാജ്യസഭ ഉപാധ്യക്ഷൻ, രാജ്യസഭ പ്രതിപക്ഷ നേതാവുണ്ട്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുണ്ട്, ലോക്സഭയുടെ സ്പീക്കറുണ്ട്. പ്രധാനമന്ത്രിയാണ് ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? ശരിയാണ് ചോദിച്ചത്. 3 മാത്രം ശരി. അതായത് അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇപ്പോൾ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാനത്ത് നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യൽ പ്രസിഡന്റാണ്. രാജി സമർപ്പിക്കേണ്ടത് ഗവർണറിനാണ്. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ
നിയമസഭാ സ്പീക്കറുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, പിന്നെ വരുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് വരുന്നത്. മുഖ്യമന്ത്രി വരുന്നു മനുഷ്യാവകാശ കമ്മീഷനിൽ. അപ്പോൾ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, പിന്നെ നിയമസഭയുടെ സ്പീക്കർ. പിന്നെ ഇവിടെ ആഭ്യന്തരമന്ത്രിയും വരുന്നുണ്ട്, സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അംഗങ്ങൾക്ക് പുനർനിയമനത്തിന് അർഹതയുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 93 ഒക്ടോബർ 12 കമ്മീഷൻ നിലവിൽ വന്നത്. ഇവിടെ സംസ്ഥാനമാണ് ചോദിച്ചത്, ദേശീയമാണ് 93 ഒക്ടോബർ 12. എന്നാൽ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ 98 ഡിസംബർ 11 അല്ലെങ്കിൽ 98 ഡിസംബർ 11. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? നിലവിൽ വി രാമസുബ്രഹ്മണ്യമാണ്. വി രാമസുബ്രഹ്മണ്യം. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. നിലവിൽ രാജകുമാർ ഗോയലയാണ് വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. വി ഹരിനായരാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ദേശീയതലത്തിൽ രാജകുമാർ ഗോയലുമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തെറ്റായ പ്രസ്താവനയാണ്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാത്രമല്ല ജഡ്ജിനും അധ്യക്ഷനാകാം. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ശരിയാണ്. കമ്മീഷൻ 5 ഡിവിഷൻസ് ഉണ്ട്. ലോ ഡിവിഷൻ, അന്വേഷണ ഏജൻസി എന്നൊക്കെ പറഞ്ഞിട്ട് 5 ഡിവിഷൻസ് ഉണ്ട്. രാജീവ് ജെയിൻ നിലവിലെ കമ്മീഷൻ അംഗമാണ്. ഇപ്പൊ നിലവിലെ അംഗം ഇപ്പൊ മാറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ 1 തെറ്റാണ്, നമുക്ക് 4 വരും തെറ്റ്. അപ്പൊ അതിനനുസരിച്ച് അന്ന് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, 5 ഡിവിഷൻസ് ഉണ്ടെന്ന് ഓർക്കുക. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നു, റദ്ദാക്കപ്പെട്ടത്. ഇതിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത ശരിയായ പ്രസ്താവന ഏതാണ്? 1, 3, 4. അതായത് അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. വിവരാവകാശ കമ്മീഷൻ പറയുമ്പോൾ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. കമ്മിറ്റിയിലെ അധ്യക്ഷൻ. ഈ മനുഷ്യാവകാശവും വിവരാവകാശവും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനിൽ ആരൊക്കെ വരുന്നുണ്ട്? ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ വിവരാവകാശ കമ്മീഷനിൽ കുറച്ച് പേരേ ഉള്ളൂ. പ്രധാനമന്ത്രിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. പിന്നെ വരുന്ന ആളെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ വരും, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് വരും. 3 പേരെ വരുന്നുള്ളൂ. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷനാണ്. അപ്പൊ 5 വർഷം അല്ലെങ്കിൽ ഇവിടെ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കേന്ദ്രം തീരുമാനിക്കുമെന്നാണ്. കേന്ദ്രം തീരുമാനിച്ചത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കേരള സംസ്ഥാനത്തിലെ നിലവിലെ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായരാണ്. വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? 1, 2, 3, 4. സർക്കാർ ഓഫീസ് വരുന്നുണ്ട്, ISRO വരുന്നുണ്ട്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ വരുന്നു, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ ഈ 4 എണ്ണവും വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ ഉൾപ്പെടുന്നു. 4 കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ശാരീരിക ചലനപര ബുദ്ധി. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ്. അയൽക്കാരുമായി നിരന്തരം സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദം? ഉദാഹരണം സാമൂഹികമാണ്. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നു. ഇതിനെയാണ് ഉത്കണ്ഠ എന്ന് വിളിക്കുന്നത്. താഴെ പറയുന്ന ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം? നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുക, അതാണ് അഭിപ്രേരണ. സ്വന്തമായി പ്രേരണ തോന്നുന്നു, എനിക്ക് ജോലി വാങ്ങിക്കണം, സ്വന്തമായി പ്രേരണ തോന്നുന്നു, ഇതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ 100 ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇത് മുൻ വർഷം 2023 നടന്ന ഫീമെയിൽ APOന്റെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതാണ് നമുക്കുള്ള ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.